പേജ് നമ്പർ 60 സെവൻത് പ്രോബ്ലം ആണിത്. ഇൻ ദ പിക്ചർ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. പി ക്യു ആർ ആർ മാർക്ക് ഓൺ ദ സൈഡ്സ് ബി സി എന്ന് പറയുന്ന സൈഡ്, ദെൻ സി എ ബി ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ എന്താണ് ഫസ്റ്റ് സെന്റൻസ് എന്താ പറയുന്നത്? ഓരോ സൈഡിന്റെയും ബി സി എന്ന സൈഡിലെ ഒരു പോയിന്റ് ആണ് പി, സി എന്ന സൈഡിലെ പോയിന്റ് ആണ് ക്യൂ, എ ബി എന്ന സൈഡിലെ പോയിന്റ് ആണ് ആർ. അങ്ങനെ ഒരു ട്രയാങ്കിൾ എ ബി സി എന്നൊരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്, വലിയൊരു ട്രയാങ്കിൾ. ഇനി ഈ ഫിഗർ നമ്മുടെ ടെക്സ്റ്റിൽ തന്നത് മുഴുവൻ ഇതിന്റെ ഉള്ളിൽ ലൈൻസ് ഒക്കെ ഉള്ളത് വരച്ചിട്ടില്ല. അപ്പോ നിങ്ങൾ ഈ ഓരോ സെന്റൻസിന്റെ മീനിങ് പറയുന്നതിന്റെ ഒപ്പം അതും കൂടെ വരയ്ക്കാം. ആൻഡ് ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ക്യു ആർ. ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഈ ക്യൂ ആർ ഇങ്ങനെ ജോയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഇതാ കണ്ടോ, എ ക്യു ആർ എന്നൊരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ 3 വേർട്ടെക്സിലൂടെ, അതായത് എയിലൂടെയും ക്യൂവിലൂടെയും ആറിലൂടെയും ഈ സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ ആണ്. 3 വേർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിളിനെ പറയുന്ന പേരാണ് സർക്കം സർക്കിൾ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ, ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ ആണിത്. അതാണ് ഇത്രയും വരെ പറയുന്നത്. ആൻഡ് ബി ആർ ക്യൂ, അടുത്തത് ബി ആർ പി, ക്യൂ അല്ല പി, ബി ആർ പി. ടെക്സ്റ്റിൽ ഇതേപോലെ ആറും പി ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും. അതായത് ബി ആർ പി എന്ന ഈ 3 പോയിന്റ്സും ജോയിൻ ചെയ്തിട്ട് വേറൊരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ 3 പോയിന്റിലൂടെ വേർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സെക്കൻഡ് സർക്കിളാണിത്, പാസ് ചെയ്യുന്ന സർക്കിളാണിത്, ഈ സെക്കൻഡ് വൺ. അപ്പൊ നമുക്ക് പറയാം ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളാണിത്. അതാണ് ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ക്യു ആർ ആൻഡ് ബി പി ആർ ആർ ഡ്രോൺ. 2 സർക്കം സർക്കിൾ, 2 ട്രയാങ്കിളിന്റെയും വേർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന 2 സർക്കിളുകൾ വരച്ചിട്ടുണ്ട് ഫിഗറിൽ. ഇനി അടുത്ത സെന്റൻസ് എന്താ? എം ഈസ് എ പോയിന്റ് വേർ സർക്കിൾസ് ഇന്റർസെക്ട്. ഈ 2 സർക്കിളും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനും പേര് തന്നിട്ടുണ്ട് എം, അതും ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് എം. ഇനി പ്രൂവ് ദാറ്റ്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ സി പി ക്യു. നോക്കിയേ, സി പി ക്യു ആ ട്രയാങ്കിള് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. സിയും പിയും ക്യൂവും കൂടെ അപ്പൊ പിയും ക്യൂവും ജോയിൻ ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും. സി പി ക്യൂ ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. സി പി ക്യൂ ഇങ്ങനെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ സി പി ക്യൂ എന്ന ഈ ട്രയാങ്കിളിന് നമ്മളൊരു സർക്കം സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഫിഗറിൽ തന്നിട്ടില്ല സർക്കിള്, ആ സർക്കിള് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതാ പിയിലൂടെയും സിയിലൂടെയും ക്യൂവിലൂടെയും ഇങ്ങനെ സർക്കിൾ പാസ് ചെയ്യും. സി പി എന്നുള്ള പോയിന്റിലൂടെയും ക്യൂവിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ, ഇങ്ങനെ സർക്കിള്. ഇത് ആൾസോ പാസ് ത്രൂ ദം. ഇത് ഈ എമ്മിലൂടെയും കൂടെ പാസ് ചെയ്യുന്നതാണ് നമുക്ക് കാണിക്കുന്നത് കറക്റ്റ് സർക്കിൾ. ഇങ്ങനെ ഇത് എം എന്ന് പറയുന്ന പോയിന്റിലൂടെയും കൂടെ പാസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഈ എമ്മിലൂടെയും കൂടെ പാസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. എമ്മിലൂടെയും കൂടെ ഈ സർക്കിള് പാസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ ഇനി പ്രൂവ് ചെയ്യാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ മാറ്റാം. അപ്പൊ നമ്മൾ ഈ വരച്ച ഈ സർക്കിൾ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. ഈ സർക്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് കാണിക്കേണ്ടത്. അതായത് ക്യൂവിലൂടെയും സിയിലൂടെയും പിയുടെയും സർക്കം സർക്കിൾ, അതായത് ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ, ഈ സർക്കിൾ എം എന്ന് പറയുന്ന പോയിന്റിലൂടെയും കൂടെ പാസ് ചെയ്യുന്നു എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് സി പി ക്യു എന്ന ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ, അതായത് സിയിലൂടെയും പിയിലൂടെയും ക്യൂവിലൂടെയും പാസ് ചെയ്യുന്ന ഈ സർക്കിള് എമ്മിലൂടെയും കൂടെ പ്രൂവ് ചെയ്യണമെന്ന് കാണിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ വരച്ചതാണ് ഈ സർക്കിൾ, ക്വസ്റ്റ്യനിൽ ഇല്ല, വരച്ചു. ഇനി ഇത് എമ്മിലൂടെ പാസ് ചെയ്യുന്ന കാണിക്കും. ഇവിടെ ഇപ്പൊ 3 സിയും പിയും ക്യൂ എന്ന് പറഞ്ഞാൽ 3 വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. 4ാമത്തേതിലും കൂടെ പാസ് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് കാണിച്ചാൽ മതി? 4 വെർട്ടെക്സും സർക്കിളിന്റെ മേലെ. അതായത് അതിനായിട്ട് നമ്മൾ ഈ ക്യൂവും എമ്മും കൂടാണ്ട് ജോയിൻ ചെയ്യും.
QM, join QM. അതേപോലെ എമ്മും പിയും കൂടെ ജോയിൻ ചെയ്യണം, MP. അപ്പൊ നോക്കൂ, അപ്പൊ ഇതെന്തായി? ഇതിങ്ങനെ ജോയിൻ ചെയ്തപ്പോ നമ്മൾ ഈ ട്രയാങ്കിൾ മാറിയിട്ട് നമുക്ക് കിട്ടിയ ഫിഗർ എന്താ? ഇത് എം എന്നുള്ള പോയിന്റ്. ഫിഗർ എന്ത് കിട്ടി? CPMQ, 4 പോയിന്റ് സർക്കിളിന്റെ മുകളിൽ. അതായത് എമ്മിലൂടെയും കൂടെ പാസ് ചെയ്യണു എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഈ CPMQ എന്താന്ന് പ്രൂവ് ചെയ്താൽ മതി? ഒരു കോട്ട്ലാറ്ററൽ അല്ലെ? 4 വേർട്ടെക്സ് പറഞ്ഞാല് 4 വേർട്ടെക്സും ചേർന്നാൽ ഒരു കോട്ട്ലാറ്റർ. ആ കോട്ട്ലാറ്ററിന് 4 വേർട്ടെക്സും സർക്കിളിന്റെ മുകളിൽ നിന്ന് കാണിക്കാൻ നമുക്ക് ഇതെന്ത് സൈക്ലിക് ആണ് പ്രൂവ് ചെയ്താൽ മതി. അപ്പോ എമ്മിലൂടെയും കൂടെ പാസ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോട്ട്ലാറ്ററൽ PCQM. PCQM ഈസ് സൈക്ലിക് എന്ന് നമ്മൾ കാണിച്ചാൽ മതി. സൈക്ലിക് എന്ന് കാണിച്ചാൽ മതി. ഇനി സൈക്ലിക്കിന്റെ പ്രത്യേകത എന്താ? ഈ ഓപ്പോസിറ്റ് ആംഗിൾ ആയി എമ്മും സിയും ആഡ് ചെയ്താൽ, ആംഗിൾ എമ്മും സിയും ആഡ് ചെയ്താൽ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടണം? സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമ്മ് 180 എന്ന് കിട്ടണം. പിന്നെ അതേപോലെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ പിയും ക്യൂവിന്റെയും സമ്മ്, പിയും ക്യൂവും ആഡ് ചെയ്താലും എന്ത് കിട്ടിയാൽ മതി? 180. അതായത് ഇത് സൈക്ലിക് ആണെന്ന് കാണിക്കാൻ ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്താൽ 180, ഈ ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്താൽ 180 എന്ന് കാണിക്കണം. അപ്പൊ അവസാനം നമ്മൾ ഇവിടെ എത്തി നിൽക്കണം, അപ്പോൾ പ്രൂഫായി. അപ്പൊ അതിനായിട്ട് നമ്മൾ ജോയിൻ ചെയ്തതാണ് ഇതൊക്കെ. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ ഉണ്ടായ വലിയ ട്രയാങ്കിൾ ABC, അതിലെ ആംഗിൾസിനൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പേര് കൊടുക്കണം. ഇതിന് സ്മോൾ ലെറ്റർ A, സ്മോൾ ലെറ്റർ B, സ്മോൾ ലെറ്റർ C ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുക പ്രൂഫിന് വേണ്ടി. ലെറ്റ് ആംഗിൾ A, സ്മോൾ ലെറ്റർ A, ആംഗിൾ B, സ്മോൾ ലെറ്റർ B, then ആംഗിൾ C, സ്മോൾ ലെറ്റർ C ഒക്കെ നമ്മൾ കൊടുക്കണം. ഇനി ഇവിടെ നമുക്ക് 3 വെർട്ടെക്സ് ഉണ്ട്, ARQ, 3 വെർട്ടെക്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ RMനെയും കൂടെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യും, RMും കൂടെ ജോയിൻ ചെയ്യും. ജോയിൻ RM, ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തപ്പോ എന്താ സംഭവിച്ചു? ഈ സർക്കിൾ മാത്രം നോക്കിയത്. ഈ സർക്കിൾ നോക്കി, 4 വെർട്ടെക്സ്, A ഉണ്ട്, R ഉണ്ട്, M ഉണ്ട്, Q ഉണ്ട്. അപ്പൊ ഇത് വരച്ച പോലെ ഇത് നമുക്കൊരു കോട്ട്ലാറ്റർ ആക്കിക്കൂടെ? നോക്കി, 4 വെർട്ടെക്സും സർക്കിളിന്റെ മുകളിൽ കണ്ടോ? A Q M R, ഈ ഒരു കോട്ട്ലാറ്ററിലേക്ക് 4 വെർട്ടെക്സ് സർക്കിളിന്റെ മുകളിൽ. അപ്പൊ ആ കോട്ട്ലാറ്ററൽ എടുത്തു കഴിഞ്ഞാല് ഇൻ കോട്ട്ലാറ്ററൽ ഏതാണ്? കോട്ട്ലാറ്ററിന്റെ പേര് ARMQ. ഈ പോയിന്റ് M ആട്ടോ, ഈ പോയിന്റ് M ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനൊരു കോട്ട്ലാറ്ററൽ കിട്ടി. അതേപോലെ ഇവിടെ ഈ എമ്മും സിയും കൂടെ ജോയിൻ ചെയ്യും, എമ്മും സിയും ജോയിൻ ചെയ്യും. ജോയിൻ MCയും കൂടെ ജോയിൻ ചെയ്യും. അപ്പൊ നോക്കിയേ, ഈ കോട്ട്ലാറ്ററിന്റെ ഈ ആംഗിള്, അപ്പൊ ഈ M എന്നുള്ള വെർട്ടെക്സിൽ ഇവിടെ കിടക്കുന്ന ആംഗിൾ എന്തായിരിക്കും? ഇതെന്താ നമ്മൾ പഠിച്ചിട്ടാ? അങ്ങനെ ഒരു കോട്ട്ലാറ്ററിൽ, സൈക്ലിക് കോട്ട്ലാറ്ററിൽ ഈ ആംഗിള് അങ്ങനെയാണെങ്കിൽ പുറത്ത് കാണുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? ഇന്നർ ആംഗിൾ ഈക്വൽ ടു ഔട്ടർ ആംഗിൾ, ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഔട്ടർ ആംഗിൾ. അപ്പൊ നോക്കൂ, ഇത് A ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് A ആണെങ്കിൽ ഇതും ഇന്നർ ആംഗിൾ ഈക്വൽ ടു ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഔട്ടർ ആംഗിൾ. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടി. എന്താണ്? CMQ. ആംഗിൾ CM, അതായത് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ CMQ. റീസൺ ഇന്നർ ആംഗിൾ ഈക്വൽ ടു ഔട്ടർ
അടുത്ത് നോക്കൂ, അടുത്ത് ഇവിടെ ഒരു കോട്ടിലാറ്ററൽ നോക്കൂ, സെക്കൻഡ് സർക്കിളിലെ കോട്ടിലാറ്ററൽ ഉണ്ടാവും. നോക്കിയേ, ഏതൊക്കെ? ബി, പി, പിന്നെ എം, എം, ആർ. ഇവിടെ ഒരു കോട്ടിലാറ്ററൽ ഉണ്ട്, ബി, പി, എം, ആർ. ആ കോട്ടിലാറ്ററൽ എടുക്കണം. ഇൻ കോട്ടിലാറ്ററൽ ബി, പി, എം, ആർ എടുത്തു കഴിഞ്ഞാല് നോക്കിയേ, ഇത് ബി, ഇന്നർ ആംഗിൾ ബി, ഇന്നർ ആംഗിൾ ബി. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഈ എമ്മിൽ പുറത്തൊരു ആംഗിൾ ഇത് എന്തായിരിക്കും? നിങ്ങൾ ജോയിൻ ചെയ്ത് ഈ പുറത്തെ ആംഗിൾ. ഓക്കെ, ഇങ്ങനെ വരും. അപ്പൊ ഫിഗർ ഇങ്ങനെ കേട്ടോ. ഇത് ബി. അങ്ങനെയാണെങ്കിൽ പുറത്ത്, ഇതിന്റെ പുറത്ത് ഇവിടെ കാണുകയാണ്. ഇത് ബി ആണെങ്കിൽ ഇതും ബി. അപ്പൊ നോക്കൂ, ഈ ഇന്നർ ആംഗിൾ ബി ആണെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഔട്ടർ ആംഗിൾ ബി. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഇന്നർ ആംഗിൾ ബി. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ എം, അതായത് ബിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ എം. ഈ കോട്ടിലാറ്ററൽ എടുത്തത് ഇവിടെ കോട്ടിലാറ്ററൽ കണ്ട, ഈ ഒരു കോട്ടിലാറ്ററൽ ബി, പി, എം, എം, ആർ. ഈ സർക്കിൾ സെക്കൻഡ് സർക്കിളിലെ കോട്ടിലാറ്ററൽ. അപ്പൊ ഇത് ബി ആണെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ പുറത്ത് ഇത് ബി. അപ്പൊ നമുക്ക് കിട്ടി സി എം പി, ആംഗിൾ സി എം പി. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി എം പി ഈക്വൽ ടു എത്രയാണ്? ബി. കാരണം ഇന്നർ ആംഗിൾ ഈക്വൽ ടു ഔട്ടർ ആംഗിൾ. തന്നെ റീസൺ. ഇവിടെ ആംഗിൾ എയും സി എം ക്യൂ എന്താണ്? ആംഗിൾ എയും സി എം ക്യൂ എന്താണ്? ഈസ് ഈക്വൽ ടു എ. അപ്പൊ ഇത് എ കിട്ടി, ഇത് ബി കിട്ടി. കഴിഞ്ഞിട്ടില്ല, നമുക്ക് അവസാനം ഇവിടേക്ക് എത്തണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഓപ്പോസിറ്റ് ആംഗിൾ 180, ഈ കോട്ടിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്ത 180 എന്ന് കിട്ടണം. സോ ഇതുവരെ കഴിഞ്ഞു. ഇനി ഇതിന്റെ ബാക്കി. അപ്പൊ നമുക്ക് ഈ ഒരു കോട്ടിലാറ്ററൽ പി സി ക്യു എം എന്നുള്ള ഈ ഒരു കോട്ടിലാറ്ററലാണ് സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. പി സി ക്യു എം അതെടുക്കണം. ഇൻ കോട്ടിലാറ്ററൽ പി സി ക്യു എം ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കാം. എമ്മും സിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആംഗിൾ എം പ്ലസ് സി. ആംഗിൾ എമ്മിന് നമുക്ക് ഇവിടെ രണ്ട് മെഷറായിട്ട് കിട്ടിയിട്ടുണ്ട്, എയും ബിയും അല്ലെ. എ പ്ലസ് ബി എന്ന് കിട്ടിയിട്ടുണ്ട്. എ പ്ലസ് ബി, എ പ്ലസ് ബി. ഇനി ഈ ആംഗിളുടെ മെഷറോ? സിയുടെ മെഷർ സി. അപ്പൊ ബി എം എന്നുള്ളത് എ പ്ലസ് സി, സിയുടെ മെഷർ സി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ മൊത്തം ഫസ്റ്റ് എടുത്തപ്പോ ഈ ആംഗിളിന്റെ മെഷർ എയും ബിയും സിയും ആണ്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ മൊത്തം മെഷർ എയും ബിയും സിയും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് വരിക? എയും ബിയും സിയും ആഡ് ചെയ്താൽ 180. കാരണം ഈ എയും ബിയും സിയും എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആണ്. ഇതെന്നാണ് നമുക്ക് ഈ എ ബി കിട്ടിയത് സി. അങ്ങനെയാണെങ്കിൽ ഈ എ പ്ലസ് ബി പ്ലസ് സി ആഡ് ചെയ്താൽ 180 അത് കിട്ടി. അപ്പൊ ഇതിലെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് 180. അങ്ങനെയാണെങ്കിൽ ക്യൂവും പിയും എന്താവും? പി പ്ലസ് ക്യൂ. ബാക്കി എത്ര വരിക? ഒരു കോട്ടിലാറ്ററൽ മൊത്തം 360, അതിൽ 180 കിട്ടി. ബാക്കി പിന്നെ എത്രയാവും? 180. അപ്പൊ നമുക്ക് നോക്കൂ, ഇവിടെ എന്ത് കിട്ടി? ലാസ്റ്റ് ഇതല്ലേ പ്രൂവ് ചെയ്യാണ്ടായിരുന്നത്? എം പ്ലസ് സി 180, പി പ്ലസ് ക്യൂ 180 കിട്ടിയില്ലേ? സോ സം ഓഫ് opposite angles is 180. So it is cycle. അപ്പൊ നമുക്ക് സൈക്ലിക് ആണ് കിട്ടി. സൈക്ലിക് ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഇറ്റ് ആൾസോ പാസസ് ത്രൂ ദ ഫോർത്ത് പോയിന്റ് എം. നാലാമത്തെ പോയിന്റ് ആയ എമ്മിലൂടെയും പാസ് ചെയ്യും. ഇത്രയാണ് ഈ പ്രൂഫ്. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു പ്രൂഫ് പറയുന്നതിന് ആവശ്യമായിട്ടാണ് നമ്മൾ മുന്നേ പഠിച്ചൊരു കാര്യം, കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സിമിലർ ട്രയാങ്കിൾസ്. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾ വന്നു, അതിന്റെ ആംഗിൾസ് 3 ഈക്വൽ ആണെങ്കിൽ ഇപ്പൊ 40 40
60 60 80 80. അങ്ങനെ ഇതിന്റെ 3 ആംഗിൾസും ഇതിന്റെ 3 ആംഗിൾസിന് ഈക്വൽ ആണ്. അങ്ങനെ രണ്ട് ട്രയാങ്കിളിന്റെയും 3 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ പറയാം സിമിലർ. ഇനി ഇതിന്റെ സൈസ് ഒന്നും ഈക്വൽ ആവണമെന്നില്ല, ആംഗിൾസ് ഈക്വൽ ആയാൽ മതി, അതാണ് ഒരു കണ്ടീഷൻ. പിന്നെ അടുത്ത റേഷ്യോ ഓഫ് സൈഡ്സ് ഈക്വൽ ടു റേഷ്യോ ഓഫ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ, ഇപ്പൊ ഇത് എ, ഇതിന്റെ ഓപ്പോസിറ്റ് എക്സ്, അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ a/x. ഇനി അടുത്ത 60യുടെ ഓപ്പോസിറ്റ് ഇവിടെ ബി, ഇവിടെ 60യുടെ ഓപ്പോസിറ്റ് y, അപ്പൊ by. അടുത്ത 80യുടെ ഓപ്പോസിറ്റ് സി, ഇവിടെ 80യുടെ ഓപ്പോസിറ്റ് c/z. ഇതാണ് ഈക്വൽ കിടക്കുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് എക്സ്, എയും എക്സ് തമ്മിലുള്ള റിലേഷൻ, അതായത് റേഷ്യോ. ഇതൊക്കെ ഈക്വൽ ആയിരിക്കും. 40യുടെ ഓപ്പോസിറ്റ് എ, 40യുടെ ഓപ്പോസിറ്റ് എക്സ്, അപ്പൊ a/x. അടുത്ത് 60യുടെ ഓപ്പോസിറ്റ് ബി, 60യുടെ ഓപ്പോസിറ്റ് y, അപ്പൊ by. പിന്നെ അടുത്ത 80യുടെ ഓപ്പോസിറ്റ് സി, 80യുടെ ഓപ്പോസിറ്റ് z. ഇവ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും ഈക്വൽ ആവും. അതാണ് സെക്കൻഡ് പോയിന്റ്. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഉണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ. അതിന് ഇങ്ങനെ ഒറ്റയടിക്കുമ്പോൾ റേഷ്യോ ഓഫ് സൈഡ്സ് പ്രൊപ്പോർഷണൽ എന്നും കൂടെ പറയാം. മീനിങ് അതാണ്, ഈ റേഷ്യോസ് മൂന്നും സെയിം ആയിരിക്കും. ഇപ്പൊ റേഷ്യോ സെയിം എന്ന് പറഞ്ഞാൽ 1/2, 1/3, 3/4 ഏത് വേണമെങ്കിലും ആവാം. പക്ഷെ 3 നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഒരൊറ്റ റേഷ്യോ ആണ് കിട്ടുക. അപ്പൊ ഈ 2 പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കാം അടുത്ത പ്രൂഫുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്, ഇഫ് ടു കോർഡ്സ്. കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് കോഡ്. ഈ ഒരു കോഡ്, ഇതിന്റെ പേര് AB, മറ്റൊരു കോഡ് CD. അതാണ് കോഡ് AB ആൻഡ് CD ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് P. ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ്, രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് P. അങ്ങനെയാണെങ്കിൽ, കൂട്ടിമുട്ടാണെങ്കിൽ ഈ റിലേഷൻ PA × PB = PC × PD ആയിരിക്കും. ആ റിലേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. അപ്പൊ PA × PB = PC × PD എന്ന് പറഞ്ഞാല് PAയുടെ ലെങ്ത് PBയുടെ ലെങ്ത് ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് സപ്പോസ് 8 3 എന്ന് വിചാരിക്കാം. 8 × 3. ഇനി PC PD ഇതിപ്പോ ഒരു 6 4, അപ്പൊ PC 6 × 4. ഇതിന് ലെങ്ത് എത്ര? 8 × 3 24, 6 × 4 തന്നെയാ 24. ഈ പ്രോഡക്റ്റ് ഈക്വൽ ആണ്. അതായത് PAയുടെ ലെങ്ത്തും PBയുടെ ലെങ്ത്തും ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസറും PSയുടെ ലെങ്ത്തും PDയുടെ ലെങ്ത്തും ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസേഴ്സും ഈക്വൽ. 24 ആവണമെന്നില്ല, ഒരു എക്സാമ്പിൾ കാണിച്ചതാണ് ഈ 6ഉം 4ഉം 3ഉം ഒക്കെ എടുത്തിട്ട്. അപ്പൊ PA × PB = PC × PD. അപ്പൊ ഈ റിലേഷൻ ബൈ ഹാർട്ട് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി അതിന്റെ പ്രൂഫ് നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് അതിന്റെ പ്രൂഫ്. അപ്പൊ ഇനി ഇതിന്റെ പ്രൂഫ് നോക്ക. പ്രൂഫ് പറയുന്നതിനായിട്ട് നമ്മൾ ഈ ADയും BCയും ജോയിൻ ചെയ്യും. ജോയിൻ AD ആൻഡ് BC ജോയിൻ ചെയ്തു. ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോ ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടിയതാ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. 2 ട്രയാങ്കിൾ കിട്ടി. എന്താ അതിന്റെ പേര്? ഇതിന്റെ പേര് APD. ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ APD. അടുത്ത ട്രയാങ്കിൾ BPC. 2 ട്രയാങ്കിൾ കൊടുക്കും. ഇനി അതിൽ ആംഗിൾസ് ഒന്ന് നോക്കി നോക്കിയേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഇങ്ങനെ ആംഗിൾസ് വരികയാണെങ്കിൽ ഇതിന്റെ മെഷർ എന്താ? ഇത് രണ്ടും ഈക്വൽ. ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. അപ്പൊ ഇവിടെ നോക്കൂതാ, A അതേപോലെ C ഈക്വൽ. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ A = ആംഗിൾ C.
ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ്, ഒരേ സെഗ്മെന്റില. ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇത് റിവേഴ്സ് വന്നു, ഇതങ്ങനെ ഇങ്ങനെ വന്നു. അപ്പൊ ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? അതിന് ഈക്വൽ. സോ നമുക്ക് കിട്ടി ഡി ഈക്വൽ ടു ബി. സോ ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ബി അല്ലെ? ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ബി. ബിയും ഡിയും ഈക്വൽ. ഇതന്നെ റീസൺ, ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ്. അപ്പൊ ഇതില് നോക്കിയേ, എന്താ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിൾ ഈക്വൽ, ഓരോന്ന് ഈക്വൽ. പിന്നെ സെക്കൻഡ് ആംഗിളും അല്ലെ? സെക്കൻഡ് വണ്ണും എന്തായി? ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളോ തേർഡ് പി ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? ഈക്വൽ. സോ എ പി ഡി ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ്, വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈക്വൽ. എ പി ഡി എന്തിന് ഈക്വൽ ആവും? ബി പി സിക്ക് ഈക്വൽ ആവും. അപ്പൊ തേർഡ് ആംഗിൾ എ പി ഡി ഈക്വൽ ടു ആംഗിൾ ബി പി സി. ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ. അപ്പൊ നോക്കൂ, ഇതിലെ മൂന്ന് ആംഗിളും ഇതിലെ മൂന്ന് ആംഗിളും ഈക്വൽ. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസും, ട്രയാങ്കിൾ എ പി ഡിയും അതേപോലെ ട്രയാങ്കിൾ ബി പി സിയും എന്താണെന്ന് പറയാം? മൂന്ന് ആംഗിളും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിലെ സിമിലർ, സിമിലർ എന്നുള്ളത് എങ്ങനെ എഴുതാം? നൊട്ടേഷൻ സിമിലർ, നൊട്ടേഷൻ സിമിലർ എന്നുള്ളതിന്റെ നൊട്ടേഷനാണ് മൂന്ന് ആംഗിൾസും. ഇതിലെ മൂന്ന് ആംഗിളും ഇതിലെ മൂന്ന് ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ പറയാ ട്രയാങ്കിൾസ് ആർ സിമിലർ. അത് ഈ നൊട്ടേഷൻ കൊണ്ട് എഴുതാം. കഴിഞ്ഞിട്ടില്ല പ്രൂഫ്, നമുക്ക് ഇതിലേക്ക് എത്തണം. അപ്പൊ നമുക്ക് അവസാനം എത്തേണ്ടത് പ്രൂഫ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡിയിലേക്ക് എത്തണം. നമ്മൾ പറഞ്ഞു ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ആംഗിൾസ് ഈക്വൽ. ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് നമ്മൾ പറഞ്ഞു. നോക്കിയേ, ഡിയും ബിയും ഈക്വലാ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് നോക്കൂ. ഇതാ ഡിയുടെ ഓപ്പോസിറ്റ് പേ എന്ന് എടുക്കുക, സ്മോൾ ലെറ്റർ. ബിയുടെ ഓപ്പോസിറ്റ് ഇപ്പൊ എക്സ് എന്ന് എടുക്കുക. അപ്പൊ അതിൽ നമ്മൾ റേഷ്യോ എ ബൈ എക്സ് നമ്മൾ പറഞ്ഞു അല്ലെ? ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് നമ്മൾ റേഷ്യോ, അതായത് എ എന്ന് പറഞ്ഞാൽ പി എ ബൈ ബിയുടെ ഓപ്പോസിറ്റ് പി സി, എക്സ് എന്ന് പറഞ്ഞാൽ പി സി ഈക്വൽ ടു. ഇനി അടുത്തത് ഈ എയും സിയും ഈക്വലാ. എയുടെ ഓപ്പോസിറ്റ് പി ഡി. അത് നമുക്കൊരു ബി എന്ന് കൊടുക്കാം, സ്മോൾ ലെറ്റർ. നേരത്തെ നമ്മൾ എടുത്ത അങ്ങനെയാണ്, കൊടുക്കണം എന്നല്ലേ ഡയറക്റ്റ് എഴുതാം. ഇതിന്റെ ഓപ്പോസിറ്റ് പി ഡി, ഇതിന്റെ ഓപ്പോസിറ്റ് പി ബി വൈ. അപ്പൊ നമ്മൾ പറഞ്ഞു ബി ബൈ വൈ, അതായത് പി ഡി ബൈ പി ബി. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് പി എ, പി ബി, പി സി, പി ഡി ഇതെല്ലാം ഇവിടെ ഉണ്ട്. പി എ ഉണ്ട്, പി ബി ഉണ്ട്, പി സി ഉണ്ട്, പി ഡി ഉണ്ട്. ദെൻ ഇതില് തേർഡ് സൈഡും കൂടെ ഉണ്ട്. അത് നമ്മൾ എടുക്കണം എന്നില്ല, കാരണം ഈ രണ്ട് മെഷർമെന്റും ഈ പ്രൂഫിൽ വന്നിട്ടില്ല. അപ്പൊ തേർഡ് സൈഡിന്റെ റേഷ്യോ നമ്മൾ എഴുതണം എന്നില്ല. ബാക്കി രണ്ട് സൈഡ്സിന്റെയും നമ്മൾ എഴുതി. ഡിയുടെയും ബിയുടെയും ഓപ്പോസിറ്റ് സൈഡ്സ് ഇത് രണ്ടും എഴുതി, റേഷ്യോ എഴുതി. പിന്നെ എയുടെയും സിയുടെയും ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോയും എഴുതി. ഇനി നമ്മൾ ഇതിലേക്ക് എത്താൻ എന്ത് ചെയ്യാം? ഈ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡിവിഷൻ അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ പി എ ഇൻറ്റു ഇത് ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു പി ബി. ഇനി ഈ പി സി ഇങ്ങോട്ട് പോകുമ്പോ ഡിവിഷന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ പി സി ഇൻറ്റു പി ബി. അപ്പൊ നമ്മുടെ പ്രൂഫ് ആയില്ലേ? സോ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ബി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ തന്നെ. ഇങ്ങനെ എ ബിയും സി ഡിയും പി എന്ന് പറഞ്ഞ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതൊരു വേറൊരു രീതിയിൽ ഇവിടെ സെന്റൻസ് ആയിട്ട് എഴുതിയെന്ന് മാത്രം. എന്താണ്? ഇഫ് ടു കോർഡ്സ് ഓഫ് എ സർക്കിൾ ഇന്റർസെക്ട് വിത്ത് ഇൻ ദ സർക്കിൾ, സർക്കിളിന്റെ രണ്ട് കോർഡ്സ് ഇങ്ങനെ സർക്കിളിന്റെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടിമുട്ടുകയാണെങ്കിൽ, ഈ കൂട്ടിമുട്ടിയപ്പോൾ
ഇനി സംഭവിച്ചത് നോക്കൂ, ഈ പി എന്ന പോയിന്റ് വെച്ച് രണ്ട് കഷ്ണം, ഈ കോഡ് രണ്ട് കഷ്ണവും ഇത് രണ്ട് കഷ്ണം. എ ബി എന്നുള്ളത് പി എ പി ബി എന്ന രണ്ട് കഷ്ണം. അപ്പൊ ഈ കോഡ് വെച്ച് നമ്മൾ ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കും. അതായത് പി എ ഇങ്ങോട്ട് എടുത്തു, അതൊരു സൈഡ് പി എ ഒരു സൈഡ് ലെങ്ത് ആയിട്ട് എടുത്തു. പി എ എടുത്തിട്ട് ലെങ്ത്. പിന്നെ അതിന്റെ ബാക്കി ഭാഗം പി ബി നമ്മൾ ബ്രെഡ്ത്ത് ആയിട്ട് എടുത്തു, പി ബി. അപ്പൊ നോക്കൂ, ഇതിനൊരു റെക്ടാങ്കിൾ ആക്കി ഫോം ചെയ്യണം. അതായത് ഇതേ സൈഡ് മുകളിൽ വയ്ക്കുന്നത്, ഇതേ ലെങ്ത് മുകളിൽ, ഇതേ ബ്രെഡ്ത്ത് ഇപ്പുറത്ത് നമ്മൾ വരച്ചു ചേർക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റെക്ടാങ്കിൾ കിട്ടി അല്ലെ? ഇവിടെ ഒരു റെക്ടാങ്കിൾ കിട്ടി. സൈഡ് പി എ പി ബി, അതായത് ഇത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത്. ഏരിയ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ബ്രെഡ്ത്ത്. അപ്പൊ എന്താ ഏരിയ? പി എ ഇൻറ്റു പി ബി. അപ്പൊ ഈ പി എയും പി ബിയും വെച്ച് നമുക്ക് ഒരു പി എ ഇൻറ്റു പി ബി ഏരിയ വരുന്ന ഒരു റെക്ടാങ്കിൾ ഫോം ചെയ്യും. അതേപോലെ അടുത്ത കോഡാണ് ഇതാ, സി ഡി പിയിൽ വെച്ച് ഇങ്ങനെ മുറിയുന്നു, പി സി പി ഡി. അപ്പൊ അതില് പി സി എടുത്ത് ഇവിടെ വെച്ചു, പി സി എടുത്തൊരു ലെങ്ത് വെച്ചു. ഇനി അതിന്റെ ബാക്കി പി ഡി എടുത്ത് ഇവിടെ വെച്ചു, പി ഡി. എന്നിട്ട് ഇതേ ലെങ്ത് മുകളിലും നമ്മൾ വരച്ചു, പി ഡി. ഇതേ ബ്രെഡ്ത്ത് ഇപ്പുറത്തും വരച്ചു. അപ്പൊ നമുക്ക് വേറൊരു റെക്ടാങ്കിൾ കിട്ടി. ഇത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത്. അപ്പൊ ഇതിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, പി സി ഇൻറ്റു പി ഡി, പി സി ഇൻറ്റു പി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ? അപ്പൊ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു പി എയും പി ബിയും പി സിക്കും പി ഡിക്കും ഈക്വൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്മൾ വരച്ച ഈ രണ്ട് റെക്ടാങ്കിളിന്റെയും ഏരിയാസ് ഈക്വൽ. കാരണം ഇതിന്റെ ഏരിയ പി എ ഇൻറ്റു പി ഡി, ഇതിന്റെ ഏരിയ പി സി ഇൻറ്റു പി ഡി. അപ്പൊ നമ്മളിവിടെ പറയാനുണ്ടായി പി എയും പി ബി ഇൻറ്റു ചെയ്താൽ പി സിക്കും പി ഡിക്കും ഈക്വൽ. അതായത് ഇതിന്റെ രണ്ടിന്റെയും ഏരിയാസ് ഈക്വൽ. സോ അതാണ് ഇവിടെ. Then the rectangles formed by the parts of the same chord have equal area. ഒരേ കോഡിന്റെ പാർട്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന റെക്ടാങ്കിൾസ്, ഫസ്റ്റ് റെക്ടാങ്കിൾ സെക്കൻഡ് റെക്ടാങ്കിൾ, ഇതിന്റെ രണ്ടിന്റെയും ഏരിയാസ് ഈക്വൽ ആയിരിക്കും. ഇനി ഈ റിലേഷൻ വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന റെക്ടാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, വരയ്ക്കാനായിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു പോയിന്റിന്റെ മീനിങ്. അപ്പൊ ഇത് ബൈഹാർട്ട് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഒരു കാര്യം, രണ്ട് റെക്ടാങ്കിൾസ് ഫോം ചെയ്യാം, അതിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് എ ബി ഇസ് എ ഡയാമീറ്റർ, ഒരു സർക്കിളിന്റെ ഡയാമീറ്റർ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എ ബി, ആൻഡ് സി ഡി ഈസ് എ കോഡ് പെർപെൻഡിക്കുലർ ടു എ ബി. സി ഡി എന്നൊരു കോഡ് വരയ്ക്കണം. ഈ കോഡ് കറക്റ്റ് എ ബിക്ക് പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻ ഇങ്ങനെയായിരിക്കും, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രൂഫ് എന്ന് പറയാം എങ്ങനെയാണ് വന്നത്. ഓക്കെ, നമുക്കറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, വി നോ ദാറ്റ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി അല്ലെ? രണ്ട് കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ ആണ് ഇത് നേരത്തെ പറഞ്ഞത്. ഇനി ഇവിടെ നോക്കൂ, ഈ രണ്ട് കോഡും, അതായത് ഇതൊരു കോഡ് തന്നെയാണ്, ഡയാമീറ്റർ ഒരു കോഡ് തന്നെയാണ്, സി ഡി എന്ന കോഡും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് പി. ഇനി ഇത് ഡയാമീറ്ററും ആണ്, ഇത് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ പി സിയും പി ഡിയും ഈ രണ്ട് ലെങ്ത്തും എന്തായിരിക്കും? ഇത് കറക്റ്റ് ഡയാമീറ്റർ സെന്ററിലൂടെ പോകുന്നതുകൊണ്ടും ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് പി സിയുടെയും പി ഡിയുടെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഹിയർ പി സി ഈക്വൽ ടു പി ഡി. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ ഇത് രണ്ടും കോഡാ. ഇത് പി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് കൂട്ടിമുട്ടാണെങ്കിൽ നമുക്കറിയാവുന്ന റിലേഷൻ ആണ് പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അത് നമ്മൾ എഴുതി വെച്ചു, നമുക്കറിയാവുന്ന റിലേഷൻ ആണ്, അത് എഴുതി. ഇനി ഈ പി എ ഇൻറ്റു പി ഡി അതുപോലെ എഴുതും, പി
സിയും അതുപോലെ എഴുതി ഇൻറ്റു ഈ പി സി ആൾസോ ഈക്വൽ ടു പി ഡി. പി സിയും പി ഡി ഈക്വൽ. അപ്പൊ നമ്മൾ ഈ പി ഡിനെ മാറ്റി അവിടെ പി സി എന്ന് കൊടുക്കും. വാട്ട് ഈസ് പി സി ഇൻറ്റു പി സി? പി സി സ്ക്വയർ. അപ്പൊ നമ്മുടെ റിലേഷൻ ആയില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് പി സി സ്ക്വയർ ആവുന്നത്? ഇത് ഡയാമീറ്റർ ആവണം, ഈ കോഡ് പെർപെൻഡിക്കുലർ ആവണം. ഡയാമീറ്റർ പെർപെൻഡിക്കുലർ, ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ റിലേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി പോലെ തന്നെ പി സി സ്ക്വയർ. അപ്പൊ പി സി സ്ക്വയർ കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് ഡയാമീറ്റർ, ദിസ് കോഡ് ഈസ് ഡയാമീറ്റർ ആൻഡ് ദിസ് കോഡ് ഈസ് എ പെർപെൻഡിക്കുലർ കോഡ്. പെർപെൻഡിക്കുലറുമായാൽ മാത്രമേ നമുക്ക് ഈ റിലേഷൻ കിട്ടുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞ റിലേഷനെ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് ഇതൊരു ഡയാമീറ്റർ, ഇതൊരു കോഡ്, പി എന്ന് പറയുന്ന പോയിന്റ് കൂട്ടിമുട്ടണു, പെർപെൻഡിക്കുലർ ആവണം കോഡ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ ആണ് പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പൊ നോക്കൂ, ഈ റിലേഷൻ വെച്ചിട്ടാണ് ഈ സെന്റൻസ് പറയുന്നത്. എന്താ? The areas of the rectangle formed by the parts of diameter. ഇതാണ് ഡയാമീറ്റർ. ഈ ഡയാമീറ്റർ രണ്ട് കഷ്ണാക്കണം, പി എ പി ബി. ഇതുപയോഗിച്ച് നമ്മൾ റെക്ടാങ്കിൾ പി എ എന്ന കഷ്ണം എടുത്തു ലെങ്ത്, പി ബി എന്ന കഷ്ണം എടുത്തു ബ്രെഡ്ത്ത്, ഈ പി ബി എടുത്ത് വെച്ചു. അങ്ങനെ ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കുന്നത്. ഇതേ ലെങ്ത് തന്നെ ഇവിടെയും വരയ്ക്കുന്നു, ഇതേ ബ്രെഡ്ത്ത് തന്നെ ഇവിടെ വരയ്ക്കുന്നു. സോ ലെങ്ത് ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ ഏരിയ, ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ത് വരും? പി എ ഇൻറ്റു പി ബി. ഇതിന്റെ ലെങ്ത് പി എ, ബ്രെഡ്ത്ത് പി ബി. അപ്പൊ ഇതിന്റെ ഏരിയ പി എ ഇൻറ്റു പി ബി. അങ്ങനെ കിട്ടുന്ന റെക്ടാങ്കിൾ. ഇനി അപ്പൊ ഈ ഡയാമീറ്റർ ഉപയോഗിച്ച് നമ്മൾ റെക്ടാങ്കിളും, ഇനി ഈ കോഡ്, ഈ പെർപെൻഡിക്കുലർ കോഡ്, ഇതിന്റെ രണ്ടിന്റെ ലെങ്ത് ഈക്വലാ. അപ്പൊ ഈ രണ്ട് കോഡും വെച്ച് നമുക്ക് എന്താ ഫോം ചെയ്യാൻ പറ്റുക? പി സി എടുത്തു ഇവിടെ വെച്ചു, പി സി ഒരു സൈഡ്, ഇതെടുത്ത് ഇവിടെ വെച്ചു, പി ഡി എടുത്ത് ഇവിടെ വെച്ചു, പി ഡി. എന്നിട്ട് ഇതേ ലെങ്ത് മുകളിൽ വരയ്ക്കും, ഇതേ ലെങ്ത് ഇപ്പുറത്തും വരയ്ക്കും. അപ്പൊ ഈ കിട്ടുന്നത് എന്തായിരിക്കും? നമ്മൾ സാധാരണ ലെങ്ത് ബ്രെഡ്ത്ത്, ഇവിടെ ഈ പി സിയും പി ഡിയും ഈക്വലാ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഡയാമീറ്ററും ഇത് പെർപെൻഡിക്കുലറും ആണെങ്കിൽ പി സിയുടെയും പി ഡിയുടെയും ലെങ്ത് ഈക്വലാ. അപ്പൊ ഇതേ ലെങ്ത് തന്നെ ഇവിടെയും, ഇതന്നെ ഇവിടെയും, ഇതന്നെ ഇവിടെയും. അപ്പൊ എല്ലാ സൈഡും ഈക്വൽ അല്ലേ? സോ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഈ കിട്ടിയത് എന്താ? ഇതൊരു സ്ക്വയർ ആയിരിക്കും. ഇത് സ്ക്വയർ. ഇതാണെങ്കിലോ ഇത് റെക്റ്റാങ്കിളാ. ഈ സ്ക്വയറിന്റെ ഏരിയ എന്താ? സൈഡ് പി സി അല്ലേ? ഇതും പി സിക്ക് ഈക്വലാ. അപ്പൊ പി സി ഇൻറ്റു പി സി, പി സി സ്ക്വയർ ഏരിയ. സോ കിട്ടുന്ന സൈഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി സി ഇൻറ്റു പി ഡി. പി ഡിയും പി സി ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പി സി സ്ക്വയർ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഏരിയാസ് ഈക്വൽ ആവും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഫോംഡ് ബൈ പാർട്സ് ഓഫ് ഡയാമീറ്റർ. ഈ ഡയാമീറ്ററിന്റെ ഈ രണ്ട് കഷ്ണം ഉപയോഗിച്ച് നമ്മൾ റെക്ടാങ്കിൾ ഉണ്ടാക്കുന്നു. അതിന്റെ ഏരിയ എന്തിന് ഈക്വലാ? ദ ഏരിയ ഓഫ് ദ സ്ക്വയേഴ്സ് ഫോംഡ് ബൈ ഹാഫ് ദ കോഡ്. ഈ കോഡിനെ പകുതി എടുത്തു കഴിഞ്ഞ് കിട്ടുന്ന സ്ക്വയർ, ഈ കിട്ടുന്ന സ്ക്വയറിന്റെ ഏരിയ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണ് ഇതിന്റെ രണ്ടിന്റെയും ഏരിയാസ് എന്താവുന്നത്? ഈക്വൽ. കാരണം ഇതിന്റെ ഏരിയ പി എ ഇൻറ്റു പി ബി, ഇതിന്റെ ഏരിയ പി സി സ്ക്വയർ. പിന്നെ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ പ്രൂവ് ചെയ്തു ഈ രണ്ടും ഈക്വൽ ആണെന്ന്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ഏരിയ ആയ പി എ ഇൻറ്റു പി ബിയും ഇതിന്റെ ഏരിയ ആയ പി സി സ്ക്വയറും എന്തായിരിക്കും? ഈക്വൽ. സോ ഇത് ഡയാമീറ്ററും പെർപെൻഡിക്കുലർ കോഡും ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടിയത്.
അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും റെക്റ്റാങ്കിളുകൾ ആവുമായിരുന്നു.